അപ്പോൾ ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളൊരു ഹെയർ കട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ദച്ചുൻ്റെ വിച്ചിൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെയർ സലൂണിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരുപാട് ഭയങ്കര താമസമായിരുന്നു. അങ്ങനെ പിന്നെ അവൻ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. കുറേ ടൈം പോകാനുണ്ടായിരുന്നേ. കാരണം ഏകദേശം 1.5 മണിക്കൂർ അവർ വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അത് കഴിഞ്ഞിട്ടാണ് ദച്ചുവിൻ്റെ വിളിച്ചത്. ദച്ചുവിൻ്റെ വിളിച്ചപ്പോഴേക്കും വിഷു പിണങ്ങി. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് വിഷുവിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ വിളിച്ചത് ദച്ചുവിനെയാണ് കേട്ടോ. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് പിണക്കം വന്നു. പിന്നെ ദച്ചുവിനെ കഴുകിക്കൊണ്ട് വന്നപ്പോഴേക്കും അത് കണ്ടപ്പോഴേക്കും അവന് ചിരിച്ചു. കാരണം എന്താ വെച്ചാൽ ഒരു കോഴിക്കുഞ്ഞ്, നനഞ്ഞ കോഴിക്കുഞ്ഞിനെ കണക്കാണ് ദച്ചു ഇരുന്നത്. ദച്ചു അപ്പോഴേക്കും എന്നിട്ടും അവനൊരു പിണക്കം ഉണ്ടായിരുന്നു കേട്ടോ. അവനെ വിളിച്ചില്ല എന്ന്. പക്ഷേ അവളെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഇവള് വാഷ് ചെയ്യാനൊക്കെ ഇരുന്ന് കൊടുക്കുമെന്ന് വിചാരിച്ചില്ലേ. ദച്ചു കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് ഈ ഷാമ്പു ഇടണതും ഈ ഷവറിൻ്റെ മുകളിൽ നിൽക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. എന്നിട്ട് ഞാനൊരു ഹെയർ സ്റ്റൈല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഇവൾക്ക് ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവർ കട്ട് ചെയ്ത് നന്നായിട്ട് വിടും, അതിനുശേഷം ലെങ്ത് വന്നിട്ട് നമുക്ക് ആ ഹെയർ സ്റ്റൈൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ നല്ലതായിട്ട് അവളുടെ ഫേസിന് ചേരുന്നുണ്ടായിരുന്നു ആ ഹെയർ സ്റ്റൈല് വെട്ടി വന്നപ്പോഴേക്കും. അതിനുശേഷം ഞങ്ങൾ പിന്നെയും ചോദിച്ചപ്പോഴത്തേക്ക് വിഷുൻ്റെത് പിന്നെയും ഒരുപാട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഏകദേശം 5 പേരെന്തോ കഴിഞ്ഞിട്ട് വിഷുവിന് വിളിക്കുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊരു സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് വെളിയിലിറങ്ങിയിട്ട് വന്ന് സ്നാക്സ് കഴിക്കാൻ സമയത്ത് വിഷു ഭയങ്കര പിണക്കമായിരുന്നു. കാരണം വിഷു വീഡിയോ എടുക്കാൻ വന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്നാക്സ് കഴിച്ചു. പിന്നെ അതും അത്ര അവന് ഇഷ്ടമായില്ല, കാരണം അവന് ഇഷ്ടമുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും അവിടെ അവൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാനായിട്ട്. ഇതിനിടയിൽ ദച്ചു പോയി ഇടയ്ക്കിടയ്ക്ക് അവനെ പോയി ശല്യം ചെയ്യുകയും കുരുത്തക്കേട് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാം കഴിഞ്ഞു. കാരണം ഏകദേശം 4:30-ക്ക് നമ്മൾ പോയതാണ്. ഇത് 7 മണിയായി. ഇതിപ്പോൾ വിഷുവിൻ്റെ കട്ട് ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ 7 മണിയായി. ഓണം ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. ഓൾറെഡി അവിടെ തിരക്കാണ്, ഓണവും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴേക്കും പിന്നെ രാത്രിയായി. പിന്നെ അതുകൊണ്ട് വേറെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ